നമുക്ക് അപ്പോൾ ടോപ്പ് തയ്ക്കാം. അപ്പോൾ ആദ്യം ഞാൻ ലൈനിങ്ങിൻ്റെ അടിവശം മടക്കിയടിക്കുകയാണ്. അപ്പോൾ രണ്ട് പീസിൻ്റെയും ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും അടിവശം മടക്കിയടിക്കുക. പിന്നെ നമ്മൾ ബാക്ക് ഓപ്പൺ കോളർ കുർത്തിയാണ്. അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവും. അപ്പം പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. നമ്മളപ്പോൾ ലൈനിങ് രണ്ടിൻ്റെയും അടിവശം മടക്കി അടിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ പീസും ലൈനിങ്ങും കൂടെ ചേർത്ത് നമ്മൾ തയ്ക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ നമ്മൾ പിന്നെ കഴുത്ത് വെട്ടിയിരിക്കുന്നത് 3 ഇഞ്ച് ഇറക്കത്തിലും 2.5 ഇഞ്ച് അകലത്തിലുമാണ്. അപ്പോൾ അത് നല്ലോണം കയറി നിൽക്കുന്ന കോളറാണ്. അതുകൊണ്ട് 3 ഇഞ്ച് ഇറക്കത്തിലും 2.5 ഇഞ്ച് അകലത്തിലുമാണ് നമ്മൾ കഴുത്ത് വെട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ് ചേർക്കുകയാണ്. നമ്മൾ ലൈനിങ്ങും മെയിൻ പീസും കൂടെ ചേർത്ത് നമ്മൾ തയ്ച്ച് റെഡിയാക്കുകയാണ്. അപ്പോൾ ബാക്കും ഫ്രണ്ടും ഇത് നമ്മൾ കറക്റ്റാണ് നമ്മൾ വെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈനിങ് ചേർക്കാനൊന്നും അധികം കഷ്ടമൊന്നുമില്ല. ഒരു മിക്സഡ് മെറ്റീരിയലാണ്, കോട്ടണും ഇത് പോളിസ്റ്ററും കൂടെ ചേർന്നൊരു മിക്സഡ് മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് വെട്ടിയെടുത്താലും മതി. അപ്പോൾ ഞാനത് ലൈനിങ്ങുമായിട്ട് ചേർത്ത് റെഡിയാക്കുകയാണ്. നമ്മൾ 2 പീസിൻ്റെയും ലൈനിങ് നമ്മൾ ചേർത്ത് കഴിഞ്ഞു. നല്ല പീസും ലൈനിങ്ങും കൂടെ ചേർത്ത് നമ്മൾ രണ്ടിൻ്റെയും നമ്മൾ ചേർത്ത് തയ്ച്ച് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് ബാക്കിലെ കഴുത്ത്. നമ്മൾ 1 ഇഞ്ചാണ് ഇറക്കം, 2.5 ഇഞ്ച് അകലവും 1 ഇഞ്ച് ഇറക്കത്തിലും ഞാൻ അത് ഷേപ്പ് ചെയ്തതാണ്. അപ്പോൾ അത് നമ്മൾ വെട്ടിക്കളയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് 1 ഇഞ്ച് വെട്ടണമെന്ന് വെച്ചാൽ നമ്മൾ 1 ഇഞ്ച് ഷോൾഡർ ബാക്കിലേക്ക് നമ്മൾ 1 ഇഞ്ച് ഇറക്കം കൂടുതലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 1 ഇഞ്ച് വെട്ടിക്കളയുന്നത്, കഴുത്ത് വെട്ടുന്നത്. അപ്പോൾ ഞാനത് ലൈനിങ്ങും അതും കൂടെ ചേർത്തൊന്ന് തയ്ച്ച് വെച്ചാണ്. അപ്പോൾ ഇത് ഞാൻ ബാക്കിൽ സിബ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രഷർ ഫൂട്ടൊന്ന് മാറ്റിയിട്ടാണ്, 1 സൈഡ് പ്രഷർ ഫൂട്ടൊന്ന് മാറ്റിയിട്ട് ഇത് സിബ് വെച്ചതായിരുന്നു. അപ്പോൾ സിബ് വെക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല, അതെല്ലാം എൻ്റെ മുന്നിലുള്ള വീഡിയോസിലുണ്ട്. അതുകൊണ്ടാണ് അത് കാണണമെന്നുള്ളവർ അത് പോയി കണ്ടാൽ മതി കേട്ടോ. അപ്പം ഞാൻ ഷോൾഡർ കൂട്ടുകയാണ്. 1/2 ഇഞ്ചിലാണ് നമ്മൾ ഷോൾഡർ കൂട്ടുന്നത്. അപ്പോൾ ഇത് 2 സൈഡ് നമ്മൾ 1/2 ഇഞ്ച് വീതം നമ്മൾ ഷോൾഡർ കൂട്ടിയിട്ട് ഇനി നമ്മൾ കോളർ വെച്ചതിന് ശേഷമാണ് നമ്മൾ സൈഡൊക്കെ കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ കോളർ വെക്കാൻ, അപ്പോൾ ഫ്രണ്ടിലേക്ക് 1/2 ഇഞ്ച് ഷോൾഡർ ഇറങ്ങിയായിരിക്കും നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1 ഇഞ്ചാണ് നമ്മൾ ഇത് എക്സ്ട്രാ നമ്മൾ ഇറക്കം കൂട്ടിയിട്ടുണ്ടായിരുന്നു ബാക്ക് പീസിന്. അപ്പോൾ അങ്ങനെ കോളറുള്ളതിനൊക്കെ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാൻ കോളർ വെട്ടുകയാണ്. ഫസ്റ്റ് ഞാൻ 1 ഇഞ്ച് അടയാളപ്പെടുത്തി. 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഞാൻ പിന്നെ അടയാളപ്പെടുത്തുന്നത് താഴ്വശത്ത്. അപ്പം നമ്മളുടെ ഈ ക്യാൻവാസിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 4 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയും ഉള്ള ഒരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ താഴെ ഞാൻ 4 ഇഞ്ചിലൊരു മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ 1 ഇഞ്ചിൽ അവിടെ 1 ഇഞ്ച് ഒരു എക്സ്ട്രാ വിട്ടിട്ട് അതിൻ്റെ ബാക്കിയിൽ നിന്നാണ് നമ്മൾ കഴുത്ത് 2.5 ഇഞ്ച്, നമ്മൾ 2.5 ഇഞ്ചാണല്ലോ കഴുത്തിൻ്റെ അകലം, ഞാൻ ആ 2.5 ഇഞ്ച് ഇടുന്നത്. എന്നിട്ട് നമ്മൾ ആ രണ്ടാമത് അടയാളപ്പെടുത്തിയ ആ 4 ഇഞ്ചിന് അത് ചേർത്തിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 1.5 ഇഞ്ചിൽ നമ്മൾ ഒരു മാർക്കും കൂടെ ഇടണം. അപ്പോൾ ആദ്യം നമ്മൾ 4 ഇഞ്ച് ഇട്ടു, പിന്നെ നമ്മളൊരു 1.5 ഇഞ്ചിൽ നമ്മളൊരു മാർക്ക് ചെയ്യുന്നു. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മടക്ക് വശത്ത് നല്ല തുടങ്ങുന്നത്, ആ തുറന്ന വശത്തുനിന്ന് നമ്മൾ ബാക്ക് കഴുത്ത് വെക്കുക. എന്ന് വെച്ചാൽ ഫ്രണ്ട് ക്ലോസ് ആയിട്ടാണ് വരുന്നത്, എന്ന് വെച്ചാൽ ഫ്രണ്ട് ഓപ്പൺ വരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഓപ്പൺ വശത്ത് നമ്മൾ ബാക്ക് വശം വെക്കുക. എന്നിട്ട് ആ രണ്ടാമത് വരച്ച ആ 1.5 ഇഞ്ചിലേക്ക് നമ്മുടെ ഫ്രണ്ട് കഴുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ കഴുത്ത് പിടിച്ച് അതിലേക്കൊന്ന് മാർക്ക് ചെയ്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കോളറിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മൾ ആ അടിയിൽ വരച്ച ആ 4 ഇഞ്ചിലേക്കാണ് നമ്മൾ ആ മാർക്ക് ചെയ്യുന്നത്. അപ്പം അടിയിൽ വരച്ചത് നമ്മൾ 2 മാർക്ക് എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ അഥവാ നമുക്ക് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് ആയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ചരിച്ച് 1 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. അതേപോലെ 1 ഇഞ്ച് താഴെ അങ്ങേയറ്റം വരെ ഞാൻ 1 ഇഞ്ചാണ് നമുക്ക് വീതി കൊടുക്കണം. അത് 1.5 ഇഞ്ച് വരെ കൊടുക്കാം. അത് ഒരുപാട് കയറി നിൽക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് 1.5 ഇഞ്ച് വരെയും കൊടുക്കാം. ഞാനിവിടെ 1 ഇഞ്ച് കോളറിന് കൊടുക്കുന്നുള്ളൂ.
പിന്നെ അത്രയ്ക്ക് മേലെ ഇങ്ങനെ കഴുത്തിലേക്ക് കയറി നിൽക്കണം ഇല്ലാത്തത് കൊണ്ട് 1 ഇഞ്ചിൻ്റെ കോളർ മതി എന്ന് പറഞ്ഞതുകൊണ്ട് അത് കസ്റ്റമറിൻ്റെ പിന്നെ ഇതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ഇഞ്ചിൻ്റെ കോളർ വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളത് മാർക്ക് ചെയ്തു. ആ എക്സ്ട്രാ 1 ഇഞ്ച് ഇട്ടതും കൂടെ ചേർത്ത് ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ ആ എക്സ്ട്രാ 1 ഇഞ്ച് ഇട്ടത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിലൊരു പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കണം. അപ്പോൾ ആ പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കുമ്പോൾ അത് അങ്ങനെ അതിൻ്റെ പുറത്തേക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാക്കിലൊരു എക്സ്ട്രാ വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ബാക്ക് കഴുത്ത് അടയാളപ്പെടുത്തുമ്പോൾ ആ 1 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ബാക്ക് കഴുത്ത് അടയാളപ്പെടുത്തുന്നത്. അപ്പം ഇത് കോളർ ഒന്നുകൂടെ ഒന്ന് പിന്നെ ഇത് സ്ലോ ആക്കി നോക്കിയാൽ കാണാം. പിന്നെ ഇനി ഞാൻ ഫ്രണ്ടിൽ ഒരു ചെറിയ ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് വശത്ത് ആ പിന്നെ കോളറിനൊരു ചെറിയൊരു വി ഷേപ്പ് ഉണ്ട്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു ഷേപ്പ് കൊടുക്കുന്നത് ഫ്രണ്ടിൽ. അപ്പോൾ നമുക്കത് മുറിച്ചെടുക്കുമ്പോൾ 2 പീസായിരിക്കും. ആ 2 പീസ് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് കറക്റ്റ് കോളറായി കിട്ടും. ആ 2 കഷ്ണമായി എന്നുള്ളത് വിചാരിക്കേണ്ട, നമ്മൾ ഇതേപോലെ കറക്റ്റായിട്ട് ചേർത്ത് വെച്ച് നമ്മൾ ഒട്ടിച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് ഒറ്റ കോളറായിട്ട് കിട്ടും. അപ്പോൾ ബാക്കിൽ ഓപ്പൺ ആയിട്ടും ഫ്രണ്ടിൽ നമുക്ക് ഓപ്പൺ ഇല്ലാതെയും നമുക്ക് കോളർ ആകും. അപ്പോൾ ഞാൻ അതിൻ്റെ 1/4 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് ഞാൻ മടക്കി അടിക്കുകയാണ്. പിന്നെ എന്തിനാന്ന് വെച്ചാൽ പിന്നെ കോളർ നമുക്ക് ബോഡിയിലേക്ക് പിടിപ്പിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ 1/4 ഇഞ്ച് മടക്കി അടിക്കുക. അപ്പോൾ അത് ഞാൻ ലോങ് സ്റ്റിച്ചിലാണ് ഇടുന്നത്. എന്നിട്ട് നമ്മളത് തയ്ച്ച് കഴിയുമ്പോൾ ആ സ്റ്റിച്ച് അങ്ങ് അഴിച്ച് കളയും. പിന്നെ തയ്ക്കുന്നത് മാത്രമേ നമ്മുടെ ഒറ്റ സ്റ്റിച്ച് നമ്മളതിൽ കാണുള്ളൂ. അപ്പോൾ ഇതൊന്ന് മടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലോങ് സ്റ്റിച്ചിൽ തയ്ച്ച് വെക്കുന്നു എന്ന് മാത്രം. അപ്പം നമ്മൾ അടിയിൽ വേറൊരു പീസ് വെച്ചിട്ട് ആ കോളറിനെ ഒന്ന് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പീസ് വെച്ച് നമ്മൾ ചെയ്യുന്നു. നമ്മൾ ചുറ്റിനും അടിച്ചെടുത്ത് നമ്മൾ പിന്നെ ഇത് സൈഡ് മൊത്തം ക്യാൻവാസിന് ചുറ്റിനും നമ്മൾ അടിച്ചു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ നമ്മൾ വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെട്ടിയെടുത്തിട്ട് ഇനി പിന്നെ സൈഡെല്ലാം വെട്ടിയെല്ലാം നീറ്റാക്കിയിട്ട് നമ്മൾ ഉള്ളിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം. ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് വേണം നമുക്കത് തിരിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ അത് ബാക്കി വേസ്റ്റ് തുണിയെല്ലാം ഞാൻ വെട്ടിക്കളയാണ്. അപ്പോൾ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ആ സെൻറ്ററിൽ മാത്രം നല്ലോണം കയറ്റി ഒന്ന് കട്ട് ചെയ്യണം. എന്താ വെച്ചാൽ അവിടുത്തെ ആ വി ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് തിരിഞ്ഞ് വരണമെങ്കിൽ നല്ലോണം നമ്മൾ ആ തയ്യൽ തുമ്പ് അരികെ ചേർത്ത് നമ്മൾ വെട്ടിക്കളയണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് മടക്കിയിട്ടു. പിന്നെ സൈഡൊക്കെ നമ്മളൊരു സൂചി വെച്ചിട്ട് നമ്മൾ കുത്തി അത് ചതുരം കറക്റ്റാക്കി എടുത്തു. എന്നിട്ട് ഇനി നമ്മളത് ഒരു പേന വെച്ചിട്ട് അത് കറക്റ്റായിട്ടൊന്ന് വരയ്ക്കുകയാണ്. അന്നേരം ആ ക്യാൻവാസിന് കറക്റ്റായിട്ട് നമ്മൾ പേന വെച്ചൊരു വരയിട്ടിട്ട് പിന്നെ അതൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പാക്കിയിട്ട് നമ്മളതങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. ബാക്കി 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മതി. നമ്മളുടെ കഴുത്തിലേക്ക് വെച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് മതി. അപ്പോൾ ആ പേന വെച്ചുള്ള മാർക്കാണ് ഞാൻ കാണിക്കുന്നത്. പക്ഷേ അത് ആ പുള്ളി തുണി ആയതുകൊണ്ട് അതങ്ങോട്ട് കറക്റ്റായിട്ട് കാണുന്നില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് ഫ്രണ്ടിൽ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ കഴുത്തിൽ പിന്നെ കോളർ വെച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഉൾവശത്താണ് നമ്മൾ കോളർ വെക്കുന്നത്. അപ്പോൾ ആ സെൻറ്ററിൽ നിന്ന് കോളറിൻ്റെ സെൻറ്ററും പിന്നെ കഴുത്തിൻ്റെ സെൻറ്ററും കൂടെ വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. നമ്മൾ പിന്നെ ചുറ്റിനും നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഞാൻ 2 സൈഡിലേക്കും നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരു വശത്തേക്ക് തയ്ച്ച് കഴിഞ്ഞു. അടുത്ത വശത്തേക്ക് നമ്മളത് വയ്ക്കുകയാണ്. അടുത്ത വശത്തേക്കും കൂടെ വെച്ചിട്ട് നമ്മളത് പിന്നെ തീർത്ത് എടുക്കുകയാണ്. അപ്പോൾ ആ വശത്ത് വെക്കുമ്പോഴാണ് 1 ഇഞ്ച് നമുക്ക് തള്ളി നിൽക്കുന്നത്. ഒരു സൈഡിൽ നമുക്ക് പിന്നെ കറക്റ്റ് തയ്യൽ തുമ്പായിരിക്കും, ഒരു സൈഡിൽ നമുക്ക് 1 ഇഞ്ച് തള്ളി നിൽക്കുന്നുണ്ട്. ആ 1 ഇഞ്ച് തള്ളി നിൽക്കുന്നിടത്താണ് നമ്മൾ പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളത് മടക്കി വെച്ചിട്ട് നമ്മൾ ആ തയ്യൽ തുമ്പിനെ ഉള്ളിലേക്ക് തള്ളിയിട്ട് നമ്മളതിനെ പിന്നെ ക്ലോസ് ചെയ്ത് തയ്ക്കുകയാണ്. ആ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ ആ ക്യാൻവാസിനെ കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്തും കൂടെ നമ്മളങ്ങ് തയ്ച്ചെടുത്താൽ മതി നല്ല നീറ്റായിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പം തയ്ച്ച് തുടങ്ങുന്നത് നമ്മൾ കഴുത്തിൽ നിന്നാണ് തയ്ച്ച് തുടങ്ങുന്നത്. നമ്മൾ ആദ്യം ക്യാൻവാസ് ഫസ്റ്റ് വെച്ചത് നമ്മൾ സെൻറ്ററിൽ നിന്നാണെങ്കിൽ ഇപ്പം നമ്മൾ തയ്ക്കുന്നത്
പിന്നെ അരികിൽ നിന്നാണ് കഴുത്തിൻ്റെ ഈ ഫസ്റ്റ് പിന്നെ തുടങ്ങി അവിടുന്ന് എൻഡിങ് വരെയും നമ്മൾ ഒരേ ഇതിൽ തന്നെ തയ്ച്ച് വരികയാണ്. സെൻറ്ററിൽ നല്ല തയ്ച്ച് പോകണം. അപ്പോൾ അവിടെ ആ 1 ഇഞ്ച് തള്ളി നിൽക്കുന്നത് നമ്മൾ അവിടെയാണ് നമ്മൾ പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഷോൾഡർ പിന്നെ കൂട്ടുന്ന ഭാഗം നമ്മളുടെ ബാക്ക് പീസ് പിന്നെ ബാക്കിലേക്ക് തന്നെ അത് മടങ്ങിയിരിക്കണം. അപ്പോൾ നമ്മൾ കണ്ട സിബ് വലിച്ചിടുമ്പോൾ നമുക്ക് അവിടെ ആ ഒരു സൈഡിലില്ല, ഒരു സൈഡ് കറക്റ്റാണ്, ഒരു സൈഡ് നമുക്ക് 1 ഇഞ്ച് കൂടുതലുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളവിടെ പിന്നെ ഒരു പ്രസ് ബട്ടൺ വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ കോളറൊക്കെ പിടിപ്പിച്ചു, നമ്മുടെ ടോപ്പിൻ്റെ പിന്നെ ഓൾമോസ്റ്റ് പണി കഴിഞ്ഞു. ഇനി സൈഡ് കൂട്ടി കയ്യും വെച്ചിട്ട് ഇനി നമുക്ക് ഫിനിഷിങ്ങിൽ കാണാം. അപ്പോൾ സൈഡ് കൂട്ടിയതൊന്നും കാണിക്കാത്തത് അതൊക്കെ ഞാൻ 2-3 ടോപ്പുകൾ ഉണ്ട് ഇട്ടിട്ട്, അപ്പോൾ സൈഡ് കൂട്ടുന്നതും കൈ വെക്കുന്നതും ഒക്കെ അതിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ ഇതിൽ കഴുത്ത് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം പിന്നെ ബാക്കിയുള്ള വീഡിയോസും കാണുക, സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. പിന്നെ നമുക്കതിൻ്റെ ഫിനിഷായിട്ടുള്ള പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് തീർന്ന ഫോട്ടോ കാണാം. ഇതാണ് എൻ്റെ പിന്നെ ഫൈനൽ പ്രോഡക്റ്റ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.